പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് മലയാളത്തിലുള്ള തംബ്നെയിൽസ് അല്ലെങ്കിൽ മലയാളം ടെക്സ്റ്റുള്ള പോസ്റ്റർ കാര്യങ്ങളൊക്കെ നമ്മളെ ഫോണിൽ നിന്ന് തന്നെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ്, കുറച്ച് കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഓരോ ആപ്ലിക്കേഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഫസ്റ്റ് codefml ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ നമുക്ക് PicsArtൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അടുത്തത് നമുക്ക് തംബ്നെയിൽ മേക്കർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ 3 ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ മുന്നായിട്ട് എല്ലാവരുടെ ഫോണിലും മലയാളത്തിലുള്ള കീബോർഡ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിന് സെപ്പറേറ്റ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. നോർമലി എല്ലാവരും ഇപ്പോൾ ഇംഗ്ലീഷും മലയാളമുള്ള കീബോർഡാണ് ഉപയോഗിക്കാറ്. അപ്പോൾ മലയാളത്തിലുള്ള കീബോർഡ് ഫോണിൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് വരാം. PicsArt ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ കാണാം സ്കിപ്പ് എന്നുള്ളത്. സ്കിപ്പിലൊന്ന് പ്രസ് ചെയ്യുക. നമുക്കൊരു ഫോട്ടോസ് ഒന്ന് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ നോക്കാം. ഇതിൽ ഹലോ ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഇതിൻ്റെ ഫോണ്ട് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാം ഇംഗ്ലീഷിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോണ്ടാണുള്ളത്. ഞാൻ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. ഇംഗ്ലീഷിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോണ്ടാണ് ഇതിലുള്ളതെല്ലാം. നമുക്ക് ഇതിൽ ധാരാളം ഫോണ്ട് അവൈലബിൾ ആണ്. അതിന് സൈഡിലായിട്ടുള്ള മുകളിലേക്കുള്ള ആരോയ്ക്ക് ഒന്ന് പ്രസ് ചെയ്യാം. ഇതിൽ ധാരാളം ഫോണ്ട് ഉണ്ട്, അവൈലബിൾ ആയിട്ടുള്ള ഫോണ്ട് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മലയാളം ഫോണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. മൈ ഫോണ്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഫോണ്ടൊക്കെ അതിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൈ ഫോണ്ടിലേക്ക് നമ്മുടെ മലയാളം ഫോണ്ട് വരും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മലയാളം ഫോണ്ട് ഉണ്ട്, FML പാക്ക് ഉണ്ട് മലയാളം ഫോണ്ടിൻ്റെ. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സിപ്പ് ഫയലാണ്, ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം. മലയാളം ഫോണ്ട് എന്നുള്ള ഫോൾഡർ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ഓൾ ചെയ്തിട്ട് കോപ്പി ചെയ്യാം. ശേഷം നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത് PicsArtൻ്റെ ഫോൾഡർ ഉണ്ടാവും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് PicsArtൻ്റെ ഫോൾഡറിലേക്ക് വരിക. ഇവിടെ ഫോൺസ് എന്നുണ്ടാവും. ഫോൺസ് ഓപ്പൺ ചെയ്യുക. ദെൻ കോപ്പി ചെയ്യുക. ഇവിടേക്ക് കോപ്പി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണ്ടെല്ലാം അതിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മൾ PicsArt ആപ്ലിക്കേഷനിലേക്ക് വരിക. മൈ ഫോണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മലയാളത്തിലുള്ള നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ഫോണ്ടൊക്കെ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെ സ്റ്റെപ്പാണ് തുടക്കത്തിൽ ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന തംബ്നെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അൾട്ടിമേറ്റ് തംബ്നെയിൽ മേക്കർ എന്ന ആപ്ലിക്കേഷൻ ഞാൻ ആദ്യം ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടുന്ന് നല്ലൊരു ഡിസൈൻ പിക്ക് ചെയ്യും. ഏതെങ്കിലും നല്ലൊരു ഡിസൈൻ നോക്കിയിട്ട് ഞാൻ പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഞാൻ ഈ ഡിസൈൻ പിക്ക് ചെയ്തു.
ഈ ഡിസൈൻ പിക്ക് ചെയ്തു ശേഷം ഇതിലുള്ള പിക്ചർ, ബാക്കിലുള്ള പിക്ചർ ഞാൻ റീപ്ലേസ് ചെയ്യും. താഴെ ഇമേജ് എന്നുള്ള ബട്ടൺ കാണാം. ഇമേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ഗാലറി കൊടുക്കാം. ഇമേജ് പിക്ക് ചെയ്തു. ഈ ഇമേജ് നമുക്ക് നമ്മുടെ ഇവിടെ പിന്നിലായിട്ട് വരണം. അപ്പോൾ ഞാൻ കുറച്ച് മാക്സിമം വലുതാക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഇവിടെ സൈഡിൽ ലെയറിൻ്റെ ബട്ടൺ ഉണ്ടാവും. ആ ലെയറിൻ്റെ ബട്ടണിൽ നമ്മുടെ ഇമേജ് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് താഴോട്ട് മൂവ് ചെയ്ത് കൊണ്ടുവരാം. താഴെ ഡിഫോൾട്ടായിട്ടുള്ള ഇമേജ് ഉണ്ടാവും. ഇമേജിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഇമേജ് ബാക്കിൽ റീപ്ലേസ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള ടെക്സ്റ്റൊക്കെ ഞാൻ റിമൂവ് ചെയ്യും. ടെക്സ്റ്റൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് പ്രസ് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ PicsArt ഓപ്പൺ ചെയ്യും. PicsArt ഓപ്പൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ തംബ്നെയിൽ മേക്കറിൽ ക്രിയേറ്റ് ചെയ്ത ആ ടെംപ്ലേറ്റ് ഞാൻ ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. നമുക്ക് എന്താണ് ഇവിടെ കൊടുക്കേണ്ടത്? ഞാൻ കൊടുക്കുന്നത് മൾട്ടിപ്പിൾ ഗൂഗിൾ പ്ലേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് codefml ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. codefml ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണല്ലോ. Where is that? ആപ്ലിക്കേഷൻ വന്നിട്ടില്ല. ആ APKയിൽ എന്തോ എറർ ഉണ്ട്. ഞാൻ ഗൂഗിൾ പ്ലേൻ്റെ ലിങ്ക് അവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നമ്മുടെ codefml ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ നമ്മുടെ മലയാളം ടൈപ്പ് ചെയ്യണം. ശേഷം ഗെറ്റ് FML പ്രസ് ചെയ്യാം. ഗെറ്റ് FML പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ PicsArt ആപ്ലിക്കേഷനിലേക്ക് വരിക. PicsArt ആപ്ലിക്കേഷനിൽ വന്നിട്ട് ടെക്സ്റ്റ് ടൂൾ എടുക്കുക. അതിൽ നമ്മൾ പേസ്റ്റ് ചെയ്യാം, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ആരോ കീയിൽ പ്രസ് ചെയ്തിട്ട് ആ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഫോണ്ട് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് ആക്കിയിട്ട് ചൂസ് ചെയ്യാം. ഒരു ഫോണ്ട് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫോണ്ട് മാറി വന്നിട്ടുണ്ട്. ഫോണ്ടിൻ്റെ കളർ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, സ്ട്രോക്ക് കൊടുക്കാം. ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേറെ ഫോണ്ട് ചൂസ് ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് മലയാളം ഇഷ്ടമുള്ള ഫോണ്ടിൽ തംബ്നെയിൽ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്.